നിങ്ങളുടെ പാർട്ടി ഇപ്പൊ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുളമാണല്ലോ സാറേ. ഇപ്പൊ എവിടെ കുളമായത്? ആ വടകര തന്നെ. അവിടെ ആ AKG തിയേറ്റേഴ്സ് അവതരിപ്പിച്ച മോർഫിംഗ് നാടകം അട്ടർ ഫ്ലോപ്പ് ആയില്ലേ സാറേ? ദേ നോക്ക്, അത് ഞങ്ങളുടെ നാടകമൊന്നും അല്ല സഖാവേ. അതിന്റെ രചനയും സംവിധാനവും ശൈല ടീച്ചറുടെ PR ടീംസ് അല്ലേ നിർവഹിച്ചത്. അത് പൊളിഞ്ഞതും അതുകൊണ്ടാണല്ലോ. ആ ഡ്രാമ പൊളിഞ്ഞത് അതിന്റെ പ്രസന്റേഷനിലൊന്നും അല്ലപ്പ. ഫസ്റ്റ് രംഗത്ത് എന്നെ മോർഫിന്നും പറഞ്ഞു വന്ന ടീച്ചർ ലാസ്റ്റ് രംഗമായപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാ പിന്നെ പ്ലേ എങ്ങനെയാന്ന് ഇപ്പൊ സക്സസ് ആവലി? പാർട്ടീന്റെ ഡ്രാമ പാർട്ടിക്കാർ മാത്രമല്ല കാണുന്നു. പിന്നെ അത് തന്നെ പറയാ സഖാവേ. നിങ്ങൾ പറയും പോലെ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ നാടകമായിരുന്നെങ്കിൽ ഈ നാടകം തുടങ്ങുമ്പം തന്നെ ശൈല ടീച്ചർ തന്ന പരാതിയിൽ ഞങ്ങളുടെ പോലീസ് കേസെടുക്കില്ലായിരുന്നോ? അതെന്താ എടുക്കാതെ? ആദ്യ രംഗത്ത് നിങ്ങളുടെ പോലീസ് മാറി നിന്നതിന്റെ കാരണം അതൊന്നും അല്ല മിസ്റ്റർ. മോർഫ് ചെയ്തെന്ന് ടീച്ചർ പറയുന്ന ആ വീഡിയോ ഇല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് മനസ്സിലായതുകൊണ്ടാ അവരതിൽ ഇടപെടാതെ മാറി നിന്നത്. അങ്ങനെയാണെങ്കിൽ ആ PR ടീംസിനെ എന്നെ മോർഫ് ചെയ്തൊരു വീഡിയോ കൂടി ഇറക്കിക്കൂടായിരുന്നു സാറേ? സൂപ്പർ ഹിറ്റ് ആകേണ്ട ഒരു നാടകത്തെ ഇങ്ങനെ പൊളിക്കണോ സാറേ? അതാണപ്പ ഞാനും നോക്കണത്. ഇത്രയും കള്ളം പറയാമെങ്കിൽ പിന്നെ അവത്തങ്ങൾക്ക് അതും കൂടെ ചെയ്തൂടെ? വെറുതെ ടീച്ചറിന്റെ നാണം കെടുത്തണമായിരുന്ന. അത്രയും വലിയ കടുംവെട്ടിനൊന്നും ടീച്ചർ നിൽക്കില്ല മിസ്റ്റർ. പിണറായിയെ പോലെ ഓവർ ഡ്രാമയ്ക്കൊന്നും ശൈലജ ടീച്ചറെ കിട്ടൂല. അത് എന്തെന്തായാലും ഇതുപോലൊരു ഫ്ലോപ്പ് പ്ലേ അടുത്തിടെ ഒന്നും നമ്മള് കണ്ടിട്ടില്ലപ്പാ. വടകരന്റെ കാര്യത്തിൽ മാത്രമല്ല ഭാവി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമായി. ഇനിയിപ്പോ അങ്കമാലിയിൽ പ്രധാനമന്ത്രിയാവലേ നിവൃത്തിയില്ലു. കള്ളം നീളെ നിൽക്കുമോ?